കേരളം ഇന്ന് ചിന്തിക്കുന്നത് നാളെ ഇന്ത്യ ചിന്തിക്കും. വെറുതെ പറയുന്നതല്ല, വെറും വാക്ക് പറയുന്നതല്ല, ഉദാഹരണങ്ങൾ ഒരുപാടുണ്ട്. ഇപ്പോൾ ഏറ്റവും പുതിയ ഒരു ഉദാഹരണം കൂടിയുണ്ട്. അത് വരുന്നത് മഹാരാഷ്ട്രയിൽ നിന്നാണ്. മഹാരാഷ്ട്രയിലെ ഗതാഗത മന്ത്രി കഴിഞ്ഞ ദിവസം അവരുടെ സഭയിൽ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ആ പ്രഖ്യാപനം എന്ന് പറയുമ്പോഴത്തേക്കും ഇതാണ്: ലഹരി ഉപയോഗം പിടിക്കാൻ അത്യാധുനിക ഉപകരണങ്ങൾ വാങ്ങാൻ പോവുകയാണ് മഹാരാഷ്ട്ര. അത് കേരളം നേരത്തെ നമ്മുടെ സംസ്ഥാനത്ത് പ്രാവർത്തികമാക്കിയ മോഡലാണ്. ലഹരി ഉപയോഗം പിടിക്കാൻ കേരള മോഡൽ, വാഹന അപകടങ്ങൾ കൂടുന്നു, അത്യാധുനിക ഉപകരണങ്ങൾ വാങ്ങാൻ മഹാരാഷ്ട്ര. ഈ വാർത്ത വന്നിരിക്കുന്നത് ദേശാഭിമാനിയിലല്ല, മലയാള മനോരമയുടെ ഓൺലൈനാണ്. മനോരമ ഓൺലൈനകത്ത് മാർച്ച് 12 2025 രാവിലെ 11 മണിക്കാണ് ഈ വാർത്ത പോസ്റ്റായിട്ടുള്ളത്. റോഡ് അപകടങ്ങൾ വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ രാസലഹരി ഉപയോഗിച്ച ശേഷം വാഹനം ഓടിക്കുന്നത് കണ്ടെത്താനായി അത്യാധുനിക ഉപകരണങ്ങൾ വാങ്ങാൻ മഹാരാഷ്ട്ര സർക്കാർ. ഉമിനീർ സാമ്പിൾ പരിശോധിക്കാനുള്ള ഉപകരണങ്ങളാണ് വാങ്ങുന്നത്. 5 മിനിറ്റിനകം ഫലം ലഭിക്കും. രാസലഹരി MDMA, കഞ്ചാവ്, ബ്രൗൺ ഷുഗർ എന്നിവ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് അതുവഴി കണ്ടെത്താനാകും. ഇത്തരം ഉപകരണങ്ങൾ 2023 മുതൽ കേരളത്തിൽ ഉപയോഗിക്കുന്നുണ്ടെന്നും ഗതാഗത മന്ത്രി പ്രതാപ് സർനായിക് പറഞ്ഞു. മഹാരാഷ്ട്രയിൽ റോഡ് അപകടങ്ങളിൽ പ്രതിദിനം 40 പേർ മരിക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുള്ളത്. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഒട്ടേറെ ഗതാഗത പരിഷ്കരണങ്ങൾ നടപ്പിലാക്കിയെങ്കിലും അപകടങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ സാധിച്ചിട്ടില്ല. ഇരുചക്ര വാഹന യാത്രക്കാരും കാൽനട യാത്രക്കാരും വാഹന അപകടങ്ങളിൽ മരിക്കുന്നത് കൂടിയിട്ടുമുണ്ട്. അതിനിടെ തിരക്ക് കൂടുതലുള്ള സ്ഥലങ്ങളിൽ പ്രഭാത നടത്തത്തിന് പ്രത്യേക നടപ്പാത ഒരുക്കണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട് എന്നും മന്ത്രി പറയുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ലഹരി ഉപയോഗിച്ചിട്ടുള്ള ഡ്രൈവിംഗ് കൂടുന്നതുകൊണ്ട് അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി, അത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പുതിയ അത്യാധുനിക ഉപകരണങ്ങൾ വാങ്ങാൻ പോവുകയാണ് മഹാരാഷ്ട്ര. 2023 കേരളം ഇത് നടപ്പിലാക്കിയിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പ് ഇത് നമ്മുടെ സംസ്ഥാനത്ത് 2023 നടപ്പിലാക്കിയിട്ടുണ്ട്. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന മലയാള മനോരമയുടെ ഓൺലൈൻ മാത്രമല്ല, ദ പ്രിൻ്റ് ദേശീയ ഓൺലൈൻ മാധ്യമമായിട്ടുള്ള ദ പ്രിൻറ്റിൻ്റെ ഓൺലൈനും ഈ വാർത്ത വന്നിട്ടുണ്ട്. ദ പ്രിൻറ്റിൻ്റെ വാർത്ത ഇങ്ങനെയാണ്: മഹാരാഷ്ട്ര ഗവൺമെൻറ് ടു ഇൻട്രൊഡ്യൂസ് കിറ്റ്സ് ഫോർ ഡ്രഗ് ടെസ്റ്റ് ഫോർ ഡ്രൈവേഴ്സ് ടു കർബ് റോഡ് ആക്സിഡൻറ്റ്സ് കുറയ്ക്കാൻ വേണ്ടി ലഹരി കണ്ടെത്താൻ കഴിയുന്ന ഡ്രഗ് ടെസ്റ്റ് കിറ്റ് മഹാരാഷ്ട്ര ഇംപ്ലിമെൻറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനകത്താണെങ്കിൽ വ്യക്തമായിട്ട് ആ വാർത്ത മൊത്തം വായിച്ചു പോകുമ്പോഴത്തേക്കും ഏറ്റവും അവസാനമായിട്ട് ഒരു സുപ്രധാനമായ കാര്യം ദ പ്രിൻ്റ് കൂടി പറയുന്നുണ്ട്. ഇറ്റ് മേ ബി മെൻഷൻ ദാറ്റ് കേരള വാസ് ദ ഫസ്റ്റ് സ്റ്റേറ്റ് ടു ഇൻട്രൊഡ്യൂസ് ദിസ് കൈൻഡ് ഓഫ് ടെക്നോളജി ഇൻ 2023 in which saliva samples are used to give results in 5 minutes. It can detect various narcotics like MDMA, brown sugar and even ganja. ആ പറയുന്ന കാര്യം വെച്ചാൽ ഇന്ത്യയിൽ ഈ പദ്ധതി നടപ്പിലാക്കിയ ആദ്യത്തെ സംസ്ഥാനം, മാതൃകാപരമായിട്ട് ആദ്യമായിട്ട് നടപ്പിലാക്കിയ സംസ്ഥാനം കേരളമാണ്. 2023 കേരളം നടപ്പിലാക്കിയിരുന്നു. ഉമിനീരിൽ നിന്ന് വ്യക്തമായിട്ട് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും ഏത് രാസലഹരിയാണ്, ഏത് തരം ലഹരിയാണ് ആ ഡ്രൈവർ ഉപയോഗിച്ചിരുന്നതെന്ന്. അത് നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ 2 വർഷമായിട്ട് സുപ്രധാനമായിട്ട് സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പും പോലീസും ഗതാഗത വകുപ്പും വ്യക്തമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗതാഗത വകുപ്പിൻ്റെ അതിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ ഉപകരണങ്ങളുമുണ്ട്. അത് മഹാരാഷ്ട്രയിലും നടപ്പിലാക്കുമെന്നാണ് ഇപ്പോൾ മഹാരാഷ്ട്ര സർക്കാർ അവരുടെ സഭയിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ആദ്യം പറഞ്ഞത് കേരളം പ്രാവർത്തികമാക്കുന്നത് പിന്നീട് അതിനുശേഷം ഇന്ത്യ പ്രാവർത്തികമാക്കും. ഇന്ന് കേരളം കൊണ്ടുവരുന്ന മോഡൽ നാളത്തെ ഇന്ത്യക്ക് മാതൃകയാണ്. ഇന്ത്യയേക്കാൾ ഒരുപടി മുന്നിലാണ് കേരളം സഞ്ചരിക്കുന്നത് എന്നതിനുള്ള ഏറ്റവും സുപ്രധാനമായ ഉദാഹരണം കൂടിയാണിത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം CPMൻ്റെ രാജ്യസഭ MP ആയിട്ടുള്ള ജോൺ ബ്രിട്ടാസ് സഭയിൽ പറഞ്ഞ പോലെ ബീഹാറിനോ അല്ലെങ്കിൽ ഒഡീഷയ്ക്കോ വേണ്ടി കൊണ്ടുവരുന്ന ഒരു കാര്യം ചിലപ്പോൾ കേരളത്തിന് സൂട്ടാവത്തില്ല. കാര്യം എന്ന് വെച്ചാൽ കേരളം അതിനേക്കാൾ ഒരുപാട് മുന്നേറി കഴിഞ്ഞിരിക്കും. വിദ്യാഭ്യാസ ബില്ലിനെ കുറിച്ച് ചർച്ച വന്ന സമയത്താണ് ജോൺ ബ്രിട്ടാസ് ഈ കാര്യം സഭയിൽ ഉന്നയിച്ചത്. അതുപോലെ തന്നെയാണ് വേറെ പല കാര്യങ്ങളിലും കേരളം ഇന്ത്യയേക്കാൾ ഒരു പടി മുന്നിലാണ്. ഒരു മുഴം മുന്നേ ഓടിക്കൊണ്ടിരിക്കുകയാണ് കേരളം. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള സംസ്ഥാനങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തി ബാക്കിയുള്ള സംസ്ഥാനങ്ങൾ കൊടുക്കുന്ന പോലെ കേരളത്തിന് കൊടുക്കാൻ സാധിക്കത്തില്ല. എന്തായാലും ഒരു ഉദാഹരണം കൂടി വന്നിരിക്കുകയാണ്. കേരള മോഡൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ, പ്രാവർത്തികമാക്കാൻ മഹാരാഷ്ട്ര രംഗത്തിറങ്ങിയിരിക്കുകയാണ്. 2 വർഷം മുമ്പ് തന്നെ മഹാരാഷ്ട്രയിലെ സർക്കാർ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മോഡൽ പ്രാവർത്തികമാക്കാൻ വന്നിരുന്നു. അതിന് ഭാഗമായിട്ട് മഹാരാഷ്ട്രയിലെ വിദ്യാഭ്യാസ മന്ത്രി കേരളത്തിൽ വന്ന് സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രിയുമായി ചർച്ച നടത്തിയിരുന്നു. മാത്രമല്ല, നമ്മുടെ കലോത്സവം പോലത്തെ ഒരു മോഡൽ അവിടെ നടപ്പിലാക്കാൻ അവർക്ക് താല്പര്യമുണ്ടായിരുന്നു.
അങ്ങനെ കേരളത്തിനെ പഠിക്കാൻ വേണ്ടി, കേരളത്തിൻ്റെ മോഡൽ മാതൃകയാക്കാൻ വേണ്ടി ഒരുപാട് സർക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രദ്ധേയമായ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയെങ്കിലും സംസ്ഥാനത്തെ എഴുതി കാണിക്കാനും കളിയാക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആ ബി ജെ പിയുടെ സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന മഹാരാഷ്ട്രയാണ് ഇപ്പോൾ കേരള മോഡൽ പ്രാവർത്തികമാക്കാൻ പോകുന്നത്. അപ്പോൾ സംസ്ഥാനത്തെ ബി ജെ പിക്കാർക്ക് ഇനി എന്ത് മറുപടിയാണ് പറയാനുള്ളത് എന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്തായാലും മഹാരാഷ്ട്ര സർക്കാർ കേരളം പ്രാവർത്തികമാക്കിയ 2 വർഷം മുൻപ് പ്രാവർത്തികമാക്കിയ ഒരു കാര്യം അവിടെ ഇപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോയിരിക്കുകയാണ്. അത് സഭയിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് മഹാരാഷ്ട്രയിലെ ഗതാഗത മന്ത്രി.